Good morning, students. How is your exam? I think you all performs very well. So, let's start our next classes. That is defining stick figures. The next topic is that is the continuation of the pivot animator. The next topic defining stick figures. എന്താണ് സ്റ്റിക്ക് ഫിഗേഴ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫൈനിങ് സ്റ്റിക്ക് ഫിഗേഴ്സ്. All of you take your textbook and page number 27. Okay. When you start pivot animator, you will be able to see a stick figure on the pivot animator window. എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ യു സ്റ്റാർട്ട് പൈവോട്ട് ആനിമേറ്റർ, അതായത് എപ്പോഴാണ് നമ്മളൊരു പൈവോട്ട് ആനിമേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു സീ എ സ്റ്റിക്ക് ഫിഗർ ഓൺ ദ പൈവോട്ട് ആനിമേറ്റർ വിൻഡോ. നമുക്ക് പൈവോട്ട് ആനിമേറ്റർ വിൻഡോയിൽ ഒരു സ്റ്റിക്ക് ഫിഗർ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യു വിൽ ബി ഏബിൾ ടു സീ എ സ്റ്റിക്ക് ഫിഗർ ഓൺ ദ പൈവോട്ട് ആനിമേറ്റർ വിൻഡോ. ഒരു സ്റ്റിക്ക് ഫിഗർ നമുക്ക് പൈവോട്ട് ആനിമേറ്റർ വിൻഡോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ദിസ് സ്റ്റിക്ക് ഫിഗർ ഈസ് മെയ്ഡ് ഓഫ് ലൈൻസ് ആൻഡ് ഡോട്ട്സ്. ഈ സ്റ്റിക്ക് ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ലൈൻസും ഡോട്ട്സും യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റിക്ക് ഫിഗർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. Okay, using these dots you can adjust the posture means any figure, that means and position of the figure. അതായത് ഈ ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫിഗർ അല്ലെങ്കിൽ ഈ പിക്ചറിൻ്റെ പൊസിഷനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സ്റ്റിക്ക് ഫിഗർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് എഴുതേണ്ടത് കണ്ടോ? ഇപ്പോൾ ടീച്ചർ കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ചർ നോട്ട് ചെയ്തോ എല്ലാവരും? ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിക്ക് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റിക്ക് ഫിഗർ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ലൈൻസും ഡോട്ട്സും കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്റ്റിക്ക് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്ത് ഓരോ ഡോട്ട്സ് ഉണ്ടല്ലേ? ഓരോ ഡോട്ട്സ് മീൻസ് ഓരോ കുത്തുണ്ടല്ലേ? ഈ ഡോട്ട്സുകളാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ പൊസിഷൻ, ഫിഗറിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡോട്ട്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താ പറഞ്ഞത്? ദ ലൈൻസ് ഓഫ് ദ സ്റ്റിക്ക് ഫിഗർ ആർ കോൾഡ് സെഗ്മെൻറ്റ്സ്. അതായത് സ്റ്റിക്ക് ഫിഗറിലെ ലൈൻസിന് നമ്മൾ പറയുന്നത് എന്താണ്? സെഗ്മെൻറ്റ്സ്. നോക്കിക്കേ, ഇത് കണ്ടോ? ഈ ഫിഗറിൽ ഈ താഴത്തെ ഇതിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നുണ്ടോ സെഗ്മെൻറ്റ് എന്ന്? അതായത് ഓരോ ലൈനും, ഇതിപ്പം ഒരു കാലിൻ്റെ ഒരു ലൈനാണ് നമ്മൾ കണ്ടല്ലേ, അതുപോലെ അപ്പുറത്തെ സൈഡിലുണ്ട് കൈ 2 ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ നടുക്കുവശം നമ്മളൊരു ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് ഏകദേശം ഒരു മനുഷ്യരൂപമുള്ള ഒരു സ്റ്റിക്ക് ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അതിൽ ലൈൻസ് ഏതാണെന്ന് മനസ്സിലായില്ലേ? ഈ ബ്ലാക്ക് കളർ കാണുന്നതാണ് ഈ ലൈൻസ് എന്ന് പറയുന്നത്. അതിനാണ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റിക്ക് ഫിഗറിലെ ലൈൻസിന് പറയുന്ന പേരെന്താണ്? സെഗ്മെൻറ്റ്സ്. ഓക്കെ, ആൻഡ് ദ ഡോട്ട്സ് ആർ കോൾഡ് ഹാൻഡിൽസ്. അതിൻ്റെ ഡോട്ട്സിന് നമ്മൾ, അതായത് സ്റ്റിക്ക് ഫിഗറിലെ ഡോട്ട്സിന് നമ്മൾ പറയുന്നത് എന്താണ്? ഹാൻഡിൽസ്. എന്താണ്? ഹാൻഡിൽസ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഹാൻഡിൽസ്. 2 തരത്തിലുള്ള ഹാൻഡിൽസ് ഉണ്ട്. കണ്ടല്ലോ, ലൈൻസ് കണ്ടു, സെഗ്മെൻറ്റ്, ദെൻ ഈ ഡോട്ട്സുകൾക്ക് നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹാൻഡിൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ദർ ആർ 2 ടൈപ്സ് ഓഫ് ഹാൻഡിൽസ്. 2 തരത്തിലുള്ള ഹാൻഡിൽസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ദ ഓറഞ്ച് ഡോട്ട് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഫിഗർ ഈസ് കോൾഡ് ദി ഒറിജിൻ ഹാൻഡിൽ. അതായത് ഈ ബോഡിയുടെ സെൻറ്ററിൽ, അതായത് നടുഭാഗത്ത് കണ്ടോ? ടീച്ചർ സൂം ചെയ്തപ്പോൾ കണ്ടോ ഒരു ഓറഞ്ച് കളർ ഡോട്ട് ഉണ്ടോ? ഈ ഓറഞ്ച് കളർ ഡോട്ടിനെ, ഈ ഫിഗറിൻ്റെ സെൻറ്ററിലുള്ള ഈ ഓറഞ്ച് ഡോട്ടിന് നമ്മൾ എന്താണ് പറയുന്നത്? ഒറിജിൻ ഹാൻഡിൽ. അത് പറയുന്നത് എന്താണ്? ഒറിജിൻ ഹാൻഡിൽ. കണ്ടോ? അത് ആരോ കൊടുത്തേക്കുന്നത് കണ്ടോ? ഒറിജിൻ ഹാൻഡിൽ. എന്താണ്? ദ ഓറഞ്ച് ഡോട്ട് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഫിഗർ. ഫിഗറിൻ്റെ സെൻറ്ററിലുള്ള ഓറഞ്ച് ഡോട്ടിന് എന്താണ് പറയുന്നത്? ഒറിജിൻ ഹാൻഡിൽ. ഓക്കെ, ദെൻ അടുത്ത ഡോട്ട് ഏതാണ്? അതിന് മുമ്പ് എന്താ? ദിസ് ഹാൻഡിൽ ഈസ് യൂസ്ഡ് ടു മൂവ് ആൻഡ് ചേഞ്ച് ദി ലൊക്കേഷൻ ഓഫ് ദ ഫിഗർ. എന്താണ്? ഈ ഹാൻഡിൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ദിസ് ഹാൻഡിൽ ഈസ് യൂസ്ഡ് ടു ചേഞ്ച്, ഈസ് യൂസ്ഡ് ടു മൂവ് ആൻഡ്
ചേഞ്ച് ദി ലൊക്കേഷൻ ഓഫ് ദ ഫിഗർ. എന്താണ് ഈ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഫിഗറിൻ്റെ ലൊക്കേഷനെ ചേഞ്ച് ചെയ്യാനോ മൂവ് ചെയ്യിപ്പിക്കാനോ ആണ് ഈ ഹാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? സെൻട്രൽ ആ സ്റ്റിക്ക് ഫിഗറിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ഓറഞ്ച് ഡോട്ടിനെ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടു മൂവ് ആൻഡ് ചേഞ്ച് ദി ലൊക്കേഷൻ ഓഫ് ദ ഫിഗറിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കാനോ വേണ്ടിയാണ് ഈ ഹാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. യു നീഡ് ടു ക്ലിക്ക് ദ ഓറഞ്ച് ഡോട്ട് ആൻഡ് ഡ്രാഗ് ടു മൂവ് ദ ഫിഗർ. അതായത് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഓറഞ്ച് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അതായത് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫിഗറിനെ നമുക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റിക്ക് ഫിഗേഴ്സിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്റ്റിക്ക് ഫിഗേഴ്സ് പൈവോട്ട് ആനിമേറ്റർ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റിക്ക് ഫിഗർ കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റിക്ക് ഫിഗർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലൈൻസും ഡോട്ട്സും യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ പഠിച്ചു സ്റ്റിക്ക് ഫിഗറിലെ ലൈൻസിന് ദ ലൈൻസ് ഓഫ് എ സ്റ്റിക്ക് ഫിഗർ ആർ കോൾഡ് സെഗ്മെൻറ്റ്സ് ആൻഡ് ദ ഡോട്ട്സ് ആർ കോൾഡ് ഹാൻഡിൽസ്. ഡോട്ട്സിന് നമ്മൾ ഹാൻഡിൽസ് എന്ന് പറയുന്നു. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഹാൻഡിൽസ്. 2 തരത്തിലുള്ള ഹാൻഡിൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ് ഓറഞ്ച് ഡോട്ട്. ഓറഞ്ച് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്ക് ഫിഗറിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും ഉള്ളത്. അതിന് നമുക്ക് ഒറിജിൻ ഹാൻഡിൽ എന്ന് പറയാം. ആൻഡ് ദിസ് ഹാൻഡിൽ ഈസ് യൂസ്ഡ് ടു മൂവ് ആൻഡ് ചേഞ്ച് ദി ലൊക്കേഷൻ ഓഫ് ദ ഫിഗർ. ഈ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിഗറിൻ്റെ ലൊക്കേഷനെ മൂവ് ചെയ്യിപ്പിക്കാനും ചേഞ്ച് ചെയ്യിക്കാനായിട്ടും സാധിക്കും. പിന്നെ നമ്മൾ പഠിച്ചു ഈ ഓറഞ്ച് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫിഗറിനെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റെഡ് ഹാൻഡിൽസ് ആർ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സെഗ്മെൻറ്റ്. എന്താണ്? ഓരോ സെഗ്മെൻറ്റിൻ്റെയും, ഈച്ച് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റ് എന്തായിരുന്നു? ലൈൻസ് അല്ലേ? അപ്പോൾ ഓരോ ലൈൻസിൻ്റെ എൻഡിൽ എന്തുണ്ട്? റെഡ് കളറിലുള്ള ഡോട്ട് ഉണ്ട്, അതായത് റെഡ് ഹാൻഡിൽസ് ഉണ്ട്. ദീസ് ഹാൻഡിൽസ് ആർ യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സെഗ്മെൻറ്റ്സ് ഓഫ് ദ സ്റ്റിക്ക് ഫിഗർ. അതായത് ഈ ഹാൻഡിൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റിക്ക് ഫിഗറിലെ സെഗ്മെൻറ്റ്സ് മീൻസ് ലൈൻസ്, അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് റെഡ് ഹാൻഡിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലിക്കിംഗ് ഓൺ എനി ഓഫ് ദ ഹാൻഡിൽസ് വിൽ സെലക്ട് ദ എൻറ്റർ ഫിഗർ. അതായത് ഇതിലേതെങ്കിലും ഒരു ഹാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ എൻറ്റർ ഫിഗർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. വെൻ ദ സെഗ്മെൻറ്റ്സ് ഓഫ് എ സ്റ്റിക്ക് ഫിഗർ ആർ മൂവ്ഡ് എ ഷാഡോ അപ്പിയേഴ്സ് ഷോയിങ് ദി ഒറിജിനൽ പൊസിഷൻ ഓഫ് ദ ഫിഗർ. അതായത് വെൻ ദ സെഗ്മെൻറ്റ്സ് ഓഫ് എ സ്റ്റിക്ക് ഫിഗർ ആർ മൂവ്ഡ്, സ്റ്റിക്ക് ഫിഗറിലെ സെഗ്മെൻറ്റ്സ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെ അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഷാഡോ അപ്പിയർ ആയിട്ട് വരും. എന്ത് കാണിക്കാൻ വേണ്ടി? ഷോയിങ് ഒറിജിനൽ പൊസിഷൻ ഓഫ് ദ ഫിഗർ. അതായത് നമ്മൾ ആ സ്റ്റിക്ക് ഫിഗറിൻ്റെ സെഗ്മെൻറ്റ്സിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ ഒരു ഷാഡോ അപ്പിയർ ആയിട്ട് വരും. മനസ്സിലായോ? ദിസ് ഷാഡോ ഈസ് കോൾഡ് ഒണിയൻ സ്കിൻ. ഈ ഷാഡോയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ഒണിയൻ സ്കിൻ. എന്താണ്? വെൻ ദ സെഗ്മെൻറ്റ്സ് ഓഫ് എ സ്റ്റിക്ക് ഫിഗർ ആർ മൂവ്ഡ് എ ഷാഡോ അപ്പിയേഴ്സ് ഷോയിങ് ഒറിജിനൽ പൊസിഷൻ ഓഫ് ദ ഫിഗർ ആൻഡ് ദിസ് ഷാഡോ ഈസ് കോൾഡ് ഒണിയൻ സ്കിൻ. ഈ ഷാഡോയ്ക്ക് എന്ത് പറയാം? ഒണിയൻ സ്കിൻ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടി സ്റ്റിക്ക് ഫിഗർ കാണിക്കാം. സ്റ്റിക്ക് ഫിഗറിലെ ബ്ലാക്ക് കളർ ലൈൻസിന് നമ്മൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നു. സെൻട്രൽ പോർഷനിലുള്ള ഓറഞ്ച് ഡോട്ടിനെ നമ്മൾ ഒറിജിൻ ഹാൻഡിൽ എന്ന് പറയുന്നു. ദെൻ റെഡ് ഹാൻഡിൽ എന്ന് പറയുന്നത് ഈ റെഡ് ഡോട്ടുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? റെഡ് ഹാൻഡിൽ എന്ന് പറയുന്നത്. അത് ഓരോ സെഗ്മെൻറ്റിൻ്റെയും എൻഡ് പോർഷനിലുള്ളതാണ് ഈ റെഡ് ഡോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതിനെ നമ്മൾ റെഡ് ഹാൻഡിൽ എന്നും പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കണ്ടോ? ഒരു ഷാഡോ കണ്ടോ? റിമെമ്പർ ദ ഒണിയൻ സ്കിൻ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ഫസ്റ്റ് ഫ്രെയിം, ഇറ്റ് സ്റ്റാർട്ട്സ് അപ്പിയറിങ് ഇൻ ദ സെക്കൻഡ് ഫ്രെയിം. അപ്പോൾ ഒണിയൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ എന്താ ഒണിയൻ സ്കിൻ എന്ന്. ഒണിയൻ സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒറിജിനൽ പൊസിഷൻ, ഒരു ഷാഡോ ആയിട്ട് നമുക്ക് ഒറിജിനൽ ഫിഗറിൻ്റെ പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഷാഡോയ്ക്കാണ് നമ്മൾ ഒണിയൻ സ്കിൻ എന്ന് പറയുന്നത് പഠിച്ചല്ലേ. അപ്പോൾ ഓർത്തോളുക, ദ ഒണിയൻ സ്കിൻ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ഫസ്റ്റ് ഫ്രെയിം. ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഈ ഒണിയൻ സ്കിൻ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് അപ്പിയറിങ് ഇൻ ദ സെക്കൻഡ് ഫ്രെയിം. അതെന്താണ്? സെക്കൻഡ് ഫ്രെയിമിലായിരിക്കും കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒണിയൻ സ്കിൻ എന്താണെന്ന് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ബാക്കിലത്തെ ഷാഡോ കണ്ടോ? അപ്പോൾ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുമ്പം അതിൻ്റെ ഒറിജിനൽ പൊസിഷൻസ് ആണ് അത് ഓൾറെഡി കാണിച്ചു
കാണിച്ചിരിക്കുന്നത് ഷാഡോ ആയിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒണിയൻ സ്കിൻ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ഫസ്റ്റ് ഫ്രെയിം. ഫസ്റ്റ് ഫ്രെയിമിൽ ഒണിയൻ സ്കിന്ന് കാണത്തില്ല. പിന്നെന്താ കാണുന്നത്? ഇറ്റ് സ്റ്റാർട്ട്സ് അപ്പിയറിങ് ഇൻ ദ സെക്കൻഡ് ഫ്രെയിം. ഇത് സെക്കൻഡ് ഫ്രെയിമിലാണ് എന്ത് കാണാൻ പറ്റുന്നത്? ഈ ഒണിയൻ സ്കിന്ന് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇൻസേർട്ടിങ് സ്റ്റിക്ക് ഫിഗേഴ്സ്. ഇനി എങ്ങനെയാണ് സ്റ്റിക്ക് ഫിഗേഴ്സിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, you will find some ready-made stick figures in Pivot Animator. നമ്മൾ പറഞ്ഞിരിക്കുക, നമ്മൾ ഓൾറെഡി പൈവോട്ട് ആനിമേറ്റിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്ക് ഫിഗേഴ്സ് കണ്ടിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദീസ് ഫിഗേഴ്സ് ടു ക്രിയേറ്റ് യുവർ ആനിമേഷൻസ്. അതായത് ഈ ഫിഗേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ആനിമേഷൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. However, you need to load these figures before you can use them. അതായത് നമ്മൾ ആദ്യം എന്ത് വേണം? യു നീഡ് ടു ലോഡ് ദീസ് ഫിഗേഴ്സ്. ഈ ഫിഗേഴ്സിനെ ആദ്യം ലോഡ് ചെയ്ത് വെക്കണം. എന്തിനു വേണ്ടി? ബിഫോർ യു ക്യാൻ യൂസ് ദം. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ലോഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ? വൺസ് ലോഡഡ്, ഒരിക്കൽ നമ്മൾ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ആഡഡ് ടു എ ഫ്രെയിം ആസ് ദ ഫ്രെയിം ഏരിയ ഓൾറെഡി ഹാസ് എ ഫിഗർ. അതായത് നമുക്ക് എവിടേക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഒരിക്കൽ നമ്മൾ ഇത് ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഫസ്റ്റ് നീഡ്സ് ടു ബി ക്ലിയർഡ്. ആദ്യം ഇത് എന്ത് ചെയ്യും? ക്ലിയർഡായിട്ടായിരിക്കും ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. ഓൾറെഡി അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻസേർട്ടിങ് സ്റ്റിക്ക് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും സ്റ്റിക്ക് ഫിഗേഴ്സിനെ എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പൈവോട്ട് ആനിമേറ്റേഴ്സിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്ക് ഫിഗേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആനിമേഷൻസിന് ക്രിയേറ്റ് യുവർ ആനിമേഷൻ, നമ്മുടെ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫിഗേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിക്ക് ഫിഗേഴ്സ് നമ്മൾ എൻട്രി ചെയ്യുന്നതെന്നാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം എന്ത് വേണം? ടു ക്ലിയർ ദ ഫ്രെയിം ഏരിയ. ആദ്യം നമുക്ക് എന്ത് വേണം? ആ ഫ്രെയിം ഏരിയ ക്ലിയർ ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനുള്ള സ്റ്റെപ്സാണ് ഫസ്റ്റ് നോക്കുന്നത്. എന്താണ്? ടു ക്ലിയർ ദ ഫ്രെയിം ഏരിയ. ഫ്രെയിം ഏരിയ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഓൺ ദ ഓറഞ്ച് ഡോട്ട് ഓൺ ദ ഫിഗർ ആസ് ഷോൺ ഇൻ ഫിഗർ 3.4. അപ്പോൾ എന്താ ഈ ഫിഗർ എല്ലാവരും ഒന്ന് കണ്ടേ. 3.4ലുള്ള ഈ ഫിഗർ ഉണ്ടോ? ക്ലിയറിങ് ദ ഫ്രെയിം എങ്ങനെ ക്ലിയർ ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ ഓറഞ്ച് ഡോട്ട് കണ്ടോ? ഓറഞ്ച് ഡോട്ട് നമുക്കറിയാം എവിടെയാണ്? സ്റ്റിക്ക് ഫിഗറിൻ്റെ സെൻറ്റർ പോർഷനിലാണ്. ആരോ കണ്ടോ? സെൻറ്റർ പോർഷനിൽ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ക്ലിക്ക് ഓൺ ദ ഓറഞ്ച് ഡോട്ട് ഓൺ ദ ഫിഗർ. ഈ ഫിഗറിലുള്ള ഓറഞ്ച് ഡോട്ടിനെ ആദ്യം ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? ഓറഞ്ച് ഡോട്ടിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ലെഫ്റ്റ് പെയിൻ ഫ്രം ദ ഫിഗർ കൺട്രോൾസ് ഗ്രൂപ്പ്. ആദ്യം എന്ത് ചെയ്യുക? ഓറഞ്ച് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫിഗറിലെ സ്റ്റിക്ക് ഫിഗറിലെ ഓറഞ്ച് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ലെഫ്റ്റ് പെയിൻ, അതിൻ്റെ ലെഫ്റ്റ് പെയിനിലേക്ക് വരിക. അപ്പോൾ ലെഫ്റ്റ് പെയിന് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂം ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഫ്രം ദ ഫിഗർ കൺട്രോൾസ് ഗ്രൂപ്പ്. ഫിഗർ കൺട്രോൾസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷൻ, അതായത് ഈ സെക്ഷൻ എടുക്കുക. ദെൻ ക്ലിക്ക് ദ ഡിലീറ്റ് ഫിഗർ. ഡിലീറ്റ് ഫിഗർ കണ്ടോ? ഇൻറ്റു മാർക്ക് ഉള്ളതാണ് ഡിലീറ്റ് ഫിഗർ. ഡിലീറ്റ് ഫിഗറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിലീറ്റ് ഫിഗർ അതായത് ഇൻറ്റു മാർക്കുള്ള ഐക്കൺ. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റിക്ക് ഫിഗറിൻ്റെ ഒറിജിൻ പോർഷനായ ഓറഞ്ച് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എഗെയിൻ നമ്മൾ ലെഫ്റ്റ് പെയിനിൽ ഫിഗർ കൺട്രോൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നു. അവിടെ എന്ത് ചെയ്യുക? ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? അപ്പം ദ ഫിഗർ ഡിസപ്പിയേഴ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫിഗർ ഡിസപ്പിയർ. അപ്പോൾ ഓൾറെഡി ഉള്ള ഫിഗർ പോവും, ഫ്രെയിം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? ഒരു ഫ്രെയിം ക്ലിയർ ആക്കണമെങ്കിൽ ആദ്യം ഓൾറെഡി ഉള്ള ഫിഗർ നമുക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഉള്ള സ്റ്റിക്ക് ഫിഗറിൻ്റെ ഓറഞ്ച് ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് പെയിനിൽ പോകുന്നു. അവിടെ ഫിഗർ കൺട്രോൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അതിൽ ഡിലീറ്റ് ഫിഗർ എന്നുള്ള ആ ഇൻറ്റു മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഫിഗർ ഡിലീറ്റ് ആയിപ്പോവും, അത് ഡിസപ്പിയർ ആവും.
ഓക്കെ. ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ടു ലോഡ് എ ഫിഗർ. ദെൻ ഇനി എന്ത് ചെയ്യണം, ഫിഗർ ലോഡ് ചെയ്യണം, പുതിയൊരു ഫിഗർ നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ ദി ഫയൽ ടാബ്. ദ ഫയൽ മെനു അപ്പിയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 3.6. അപ്പോൾ അതിനെന്ത് ചെയ്യുക, പൈവോട്ട് ആനിമേറ്ററിൻ്റെ വിൻഡോയിൽ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫയൽ മെനു അപ്പിയർ ആയിട്ട് വരും. ഫയൽ മെനു എന്ന് പറയുന്നത് ഏത് കണ്ടോ, ഈ ഫിഗറാണ് ഫയൽ മെനു. ഓക്കെ. അതിൽ ലോഡ് ഫിഗർ ടൈപ്പ് എന്ന് പറഞ്ഞ് കണ്ടോ, ആരോ ചെയ്തേക്കുന്നത് കണ്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ ദി ലോഡ് ഫിഗർ ടൈപ്പ് ഓപ്ഷൻസ്. എന്താണ്, ലോഡ് ഫിഗർ ടൈപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ആദ്യം എന്ത് ചെയ്യുക, ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ഓൺ ദി ഫയൽ ടാബ്. ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുന്നു, അപ്പം ഫയൽ മെനു ഓപ്പൺ ആയിട്ട് വരും. ഈ ഫയൽ മെനുവിൽ ലോഡ് ഫിഗർ ടൈപ്പ് ഉണ്ട്, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അത് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഓൺ ദി ലോഡ് ഫിഗർ ടൈപ്പ് ഓപ്ഷൻ. അപ്പോൾ എന്ത് വരും, ദ ഓപ്പൺ ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ്. അപ്പോൾ ലോഡ് ഫിഗർ ടൈപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ഡയലോഗ് ബോക്സ് അപ്പിയർ ആയിട്ട് വരും. ക്ലിയർ ആയോ? ഓപ്പൺ ഡയലോഗ് ബോക്സ് അപ്പിയർ ആയിട്ട് വരും. പിന്നെ അടുത്ത നെക്സ്റ്റ് ആ വിൻഡോ നോക്കാം. ഓപ്പൺ ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നതാണ് ഫിഗർ 3.7. ഇതിൽ കുറച്ച് ക്ലിയർ ആയിട്ട് കാണില്ല, നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് ഫിഗർ ഓപ്പൺ ഡയലോഗ് ബോക്സ്. ഓക്കെ. ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്, ക്ലിക്ക് ദി ഡിസേർഡ് സ്റ്റിക്ക് ഫിഗർ. നമുക്ക് വേണ്ട സ്റ്റിക്ക് ഫിഗർ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ക്ലിക്ക് ദി ഡിസേർഡ് സ്റ്റിക്ക് ഫിഗർ. എ പ്രിവ്യൂ ഓഫ് ദ സെലക്റ്റഡ് ഫിഗർ ടൈപ്പ് അപ്പിയേഴ്സ് ഓൺ ദ റൈറ്റ് പെയിൻ. മനസ്സിലായോ? നമ്മൾ ഏത് ഡിസേർട്ട് സ്റ്റിക്ക് ഫിഗർ ആണോ ക്ലിക്ക് ചെയ്യുന്നത്, നമുക്ക് ഏത് സ്റ്റിക്ക് ഫിഗർ ആണോ ആവശ്യം അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂ, ഏത് രീതിയിലാണ് സ്റ്റിക്ക് ഫിഗർ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ റൈറ്റ് പെയിനിൽ കാണാൻ പറ്റും. ക്ലിയർ ആയോ? ഇതേണ്ട ഇവിടെ റൈറ്റ് പെയിൻ കണ്ടോ, ദിസ് വൺ. ഓക്കെ, റൈറ്റ് പെയിന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ കണ്ടോ, ഇവിടെ ഒരു ആനയുടെ ഷേപ്പിലാണ് ഇവ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിവ്യൂ ഓഫ് സെലക്റ്റഡ് ഫിഗർ ടൈപ്പ്. നമ്മൾ സെലക്ട് ചെയ്ത് ഫിഗറിൻ്റെ പ്രിവ്യൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഈ ഫിഗർ തന്നെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, ക്ലിക്ക് ഓൺ ദി ഓപ്പൺ ബട്ടൺ. ഓപ്പൺ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്, ദ സെലക്റ്റഡ് ഫിഗർ അപ്പിയേഴ്സ് ഓൺ ദ ഫ്രെയിം ഏരിയ ആസ് ഷോൺ ഇൻ ഫിഗർ 3.9. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് ലോഡ് ഫിഗർ ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റിക്ക് ഫിഗേഴ്സ് വരും. അതിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് സ്റ്റിക്ക് ഫിഗേഴ്സ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ റൈറ്റ് പെയിനിൽ കാണിക്കും. ദെൻ അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എന്ത് വരും, നമ്മുടെ വിൻഡോയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഫിഗർ ആ ഫ്രെയിം ഏരിയയിലേക്ക് വരും. അതാണ് ഈ ഫിഗർ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രെയിമിലേക്ക് വന്നു. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. ഇനി പൈവോട്ട് ആനിമേറ്റർ മുതൽ നമുക്ക് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ നോട്ട്സ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് മുതൽ ആൻസർ ദ ഫോളോയിങ്ങിൻ്റെ നോട്ട്സ് തരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ നമ്മുടെ എക്സസൈസിലുള്ളത് മതിയാവും. ഈവൻ എക്സസൈസിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും നോട്ട്സ് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ആൻസർ ദ ഫോളോയിങ്ങിൻ്റെ നോട്ട്സ് കുറച്ച് പോർഷൻസ് ഏറെ ഉള്ളത് കൊണ്ട് ഇനി മുതൽ ആൻസർ ദ ഫോളോയിങ്ങിൻ്റെ നോട്ട്സ് തരുന്നതായിരിക്കും. സോ എല്ലാവരും നോട്ട്ബുക്കിൽ വേണം നോട്ട്സ് എഴുതാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെയുള്ളതിൻ്റെ നോട്ട്സ് തരുന്നതായിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.